ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുമോ, കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമോ എന്നൊക്കെ പലരും ആശങ്കപ്പെടുമ്പോഴും ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും വ്യത്യസ്തം തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങളിലൂടെ ഇന്ത്യ സ്വന്തം കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധിക്കിടയിലും നമ്മുടെ രാജ്യം ഇത്ര ശാന്തമായിരിക്കുന്നത്? ആഗോള വിപണിയിലെ തടസ്സങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഓരോ നീക്കത്തിന് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഈ പ്രതിസന്ധി സമയത്ത് മോദി സർക്കാർ നടത്തിയ നിർണായകമായ ആ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരായ നമുക്ക് ഗുണകരമാകുന്നത്? സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുക. ഇന്ത്യയുടെ കരുത്തുറ്റ നയതന്ത്ര നീക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നമ്മളൊരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിൽ പ്രശ്നമുണ്ടായാലും നമ്മുടെ രാജ്യത്തെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഒന്നിലധികം വഴികൾ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെയാണ് യഥാർത്ഥ തന്ത്രപരമായ നീക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു പ്രധാന രാജ്യങ്ങളിൽ നിന്നും ഇന്ധനം എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാവുകയാണ്. സമാധാനവും ചർച്ചകളും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ലോക രാജ്യങ്ങൾക്കിടയിൽ നമുക്ക് വലിയ ബഹുമാനമാണ് നേടിത്തന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി നീങ്ങുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് യാതൊരുവിധ നികുതിയും നൽകേണ്ടതില്ല എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 10ലധികം ഇന്ത്യൻ കപ്പലുകൾ യാതൊരു തടസ്സവുമില്ലാതെ നമ്മുടെ തീരങ്ങളിൽ എത്തിയിരുന്നു. ഗൾഫ് മേഖലകളിലും നമ്മുടെ കപ്പലുകളിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മിനിറ്റുകൾ തോറും നിരീക്ഷണങ്ങൾ നടക്കുന്നുമുണ്ട്. ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും അവിടെ അപകടത്തിലാകാതിരിക്കാൻ നമ്മുടെ മോദി സർക്കാർ വലിയ കരുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ കൂടി പറയാം. അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ധനവില നിയന്ത്രിക്കാൻ സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപയുടെ കുറവ് വരുത്തിയിരിക്കുകയാണെന്ന വലിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇന്ധനത്തിന് ക്ഷാമമുണ്ടാകുമെന്ന് കരുതി ആരും ഭയപ്പെടേണ്ടതില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏകദേശം 60 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരം ഇന്ത്യ ഇപ്പോൾ തന്നെ കരുതിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുകളും വിതരണം പതിവിലും വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷനുകൾ PNG വേഗത്തിലാക്കാനും സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന ഒരു വലിയ രീതിയാണിത്. വരാനിരിക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഡൽഹിയാണ് വേദിയാകുന്നത്. മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾ ഇതിൽ വലിയ ചർച്ചയാകും. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന അടുത്ത ബന്ധം മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുമുണ്ട്. ഇത് കേവലം ഒരു കച്ചവടം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന വലിയൊരു നയതന്ത്ര നീക്കം കൂടിയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ലോകം ഭയക്കുന്ന ഒരു സാഹചര്യത്തിലും ഇന്ത്യയുടെ ആത്മവിശ്വാസം തകർക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും കൃത്യമായ ഇടപെടലുകളും വഴി ഇന്ത്യ സുരക്ഷിതമാണെന്നതാണ് പറയേണ്ടത്. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കിടിലൻ നീക്കങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.